സംഖ്യാപുസ്തകം അദ്ധ്യായം 5. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തു, എല്ലാ കുഷ്ഠരോഗിയെയും എല്ലാ സ്രവക്കാരനെയും സ്വയം അശുദ്ധനായവനെയും പാളയത്തിൽ നിന്ന് പുറത്താക്കുവാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുക. പുരുഷനായാലും സ്ത്രീയായാലും അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കണം. ഞാൻ പാളയമധ്യേ വസിക്കുകയാൽ അവർ തങ്ങളുടെ പാളയം അശുദ്ധമാക്കരുത്. ഇസ്രായേൽ മക്കൾ അപ്രകാരം ചെയ്തു. അവരെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. ദൈവം മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ ചെയ്തു. ദൈവം വീണ്ടും മോശയോട് കൽപ്പിച്ചു, നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഒരു പുരുഷനോ സ്ത്രീയോ ദൈവത്തോട് മത്സരിച്ച് മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഏതെങ്കിലും പാപം ചെയ്തു കുറ്റക്കാരായാൽ ചെയ്ത പാപം അവർ ഏറ്റുപറയുകയും അവരുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിൻ്റെ 1/5 ചേർത്ത് തങ്ങൾ തെറ്റു ചെയ്തവന് പകരം കൊടുക്കണം. എന്നാൽ തെറ്റിന് പ്രതിശാന്തി വാങ്ങുവാനവന് ചാർച്ചക്കാരനില്ലെങ്കിൽ അകൃത്യത്തിനുള്ള പ്രതിശാന്തി ദൈവത്തിന് കൊടുക്കുന്നത് പുരോഹിതനുള്ളതാകുന്നു. അതുകൂടാതെ അവനു വേണ്ടി പാപപരിഹാരം കഴിക്കുവാനുള്ള പ്രായശ്ചിത്തത്തിൻ്റെ ആട്ടുകൊറ്റനെയും അർപ്പിക്കണം. ഇസ്രായേൽ മക്കൾ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരുന്ന സകല വിശുദ്ധ വസ്തുക്കളിലും നേർച്ചയായത് അവനുള്ളതാകുന്നു. ആരെങ്കിലും ശുദ്ധീകരിച്ചർപ്പിക്കുന്ന വസ്തുക്കൾ അവനുള്ളതായിരിക്കണം. ആരെങ്കിലും പുരോഹിതന് കൊടുക്കുന്നതെല്ലാം അവനുള്ളതായിരിക്കണം. ഇതാണ് പാപത്തെക്കുറിച്ചുള്ള പ്രമാണം. താൻ പിന്നെ മോശയോട് അരുളി ചെയ്തു, നീ ഇസ്രായേൽ മക്കളോട് പറയുക, ഏതെങ്കിലും പുരുഷന്റെ ഭാര്യ പിഴച്ച് അവനോട് തെറ്റ് ചെയ്ത് ഒരുവൻ അവളോടുകൂടി ശയിക്കുകയും അത് അവളുടെ ഭർത്താവ് അറിയാതെ മറവായിരിക്കുകയും അവൾ അശുദ്ധയാകുകയും അവൾക്ക് വിരോധമായി സാക്ഷിയില്ലാതിരിക്കുകയും അവൾ ദുഷ്ക്രിയയിൽ പിടിക്കപ്പെടാതിരിക്കുകയും ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധയായിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൻ അശുദ്ധയല്ലാതിരിക്കുകയും ചെയ്താൽ, ആ പുരുഷൻ ഭാര്യയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അവൾക്ക് വേണ്ടി വഴിപാടായിട്ട് ഒരിടങ്ങഴി യവപ്പൊടിയും കൊണ്ടു ചെല്ലണം. അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തുരുക്കം ഇടുകയും അരുത്. അത് സംശയത്തിൻ്റെ ഭോജനയാഗമാകുന്നു. അത് അപരാധ ജ്ഞാപകമായ ഭോജനയാഗം. പുരോഹിതൻ അവളെ വരുത്തി ദൈവസന്നിധിയിൽ നിർത്തണം. പുരോഹിതൻ ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലം എടുക്കണം. പുരോഹിതൻ തിരുനിവാസത്തിൻ്റെ നിലത്തെ പൊടി കുറെ എടുത്ത് ആ വെള്ളത്തിലിടണം. പുരോഹിതൻ സ്ത്രീയെ ദൈവസന്നിധിയിൽ നിർത്തി അവളുടെ തലമുടി അഴിച്ച് അപരാധ ജ്ഞാപകത്തിൻ്റെ ഭോജനയാഗം അവളുടെ കയ്യിൽ വയ്ക്കണം. പുരോഹിതന്റെ കയ്യിൽ ശാപകരമായ കയ്പുവെള്ളവും ഉണ്ടായിരിക്കണം. പുരോഹിതൻ അവളെ കൊണ്ട് സത്യം ചെയ്യിച്ച് അവളോട് പറയേണ്ടത്, ആരും നിന്നോടുകൂടെ ശയിക്കുകയും നിനക്ക് ഭർത്താവുണ്ടായിരിക്കെ നീ അശുദ്ധിയിലേക്ക് തിരികുകയും ചെയ്തിട്ടില്ല എങ്കിൽ
ശാപകരമായ ഈ കയ്പ് വെള്ളത്തിൻ്റെ ദോഷം നിനക്ക് വരാതിരിക്കട്ടെ. എന്നാൽ നിനക്ക് ഭർത്താവുണ്ടായിരിക്കെ നീ പിഴച്ച് അശുദ്ധയാകുകയും നിന്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷൻ നിന്നോടുകൂടെ ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പുരോഹിതൻ സ്ത്രീയെ കൊണ്ട് സത്യം ചെയ്യിച്ച് അവളോട് ദൈവം നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ഉദരം വീർപ്പിക്കുകയും ചെയ്ത് നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നെ ശാപവും അശുദ്ധയും ആക്കി തീർക്കട്ടെ. ശാപകരമായ ഈ വെള്ളം നിന്റെ കുടലിൽ ചെന്ന് നിന്റെ ഉദരം വീർക്കുകയും നിന്റെ നിതംബം ക്ഷയിക്കുകയും ചെയ്യും എന്ന് പറയണം. അതിന് സ്ത്രീ ആമീൻ ആമീൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു ചീട്ടിൽ എഴുതി കയ്പ് വെള്ളത്തിൽ കഴുകി കലക്കണം. അവൻ ശാപകരമായ കയ്പ് വെള്ളം സ്ത്രീയെ കുടിപ്പിക്കണം. ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായിത്തീരും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സംശയത്തിൻ്റെ ഭോജനയാഗം വാങ്ങി ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്ത് യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. പിന്നെ പുരോഹിതൻ ഭോജനയാഗത്തിൽ ഒരു പിടിയെടുത്ത് യാഗപീഠത്തിന്മേൽ നിവേദ്യമായി ദഹിപ്പിക്കണം. അതിൻ്റെ ശേഷം സ്ത്രീയെ ആ വെള്ളം കുടിപ്പിക്കണം. അവൾ അശുദ്ധയായി തൻ്റെ ഭർത്താവിനോട് തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വെള്ളം കുടിപ്പിച്ച ശേഷം ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായി തീരും. അവളുടെ ഉദരം വീർക്കുകയും നിതംബം ക്ഷയിക്കുകയും സ്ത്രീ തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ശാപഗ്രസ്തയായിരിക്കുകയും ചെയ്യും. എന്നാൽ സ്ത്രീ അശുദ്ധയാകാതെ നിർമ്മല ആകുന്നുവെങ്കിൽ അവൾക്ക് ദോഷം വരികയില്ല. അവൾ ഗർഭം ധരിക്കും. ഇതാകുന്നു പാതിവൃത്യ സംശയം സംബന്ധിച്ചുള്ള പ്രമാണം. ഒരു സ്ത്രീ ഭർത്താവുണ്ടായിരിക്കെ പിഴച്ച് അശുദ്ധയാകുകയോ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയോ ചെയ്തിട്ട് അവളെ ദൈവസന്നിധിയിൽ നിർത്തുമ്പോൾ പുരോഹിതൻ ഈ ചടങ്ങെല്ലാം അവളിൽ നടത്തണം. എന്നാൽ പുരുഷൻ അകൃത്യത്തിൽ ഓഹരിക്കാരനാകുകയില്ല. സ്ത്രീയോ അവളുടെ അകൃത്യത്തിന് ഉത്തരവാദിയായിരിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർഗുമോർ.